ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങളുടെ വാഗമണിലെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ ജനൽ തുറന്നപ്പോൾ തന്നെ ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള വ്യൂ ഇതായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. നന്നായിട്ട് മഞ്ഞൊക്കെ മൂടി നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് എണീറ്റ് ആ വ്യൂ ഒക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കണേ കേട്ടോ. സത്യം പറഞ്ഞാൽ എന്തോരം വീഡിയോസ് എടുത്തെന്ന് നമുക്ക് തന്നെ അറിയില്ല. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. ഈ ഒരു ഭാഗം ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ തന്നെ കുറേ പേര് എൻക്വയറി നടത്തിയായിരുന്നു. ഇതെവിടെയാണ് പ്ലേസ് എന്നൊക്കെ ഉള്ളത്. ഇത് എവിടെയാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ, കണ്ടു നോക്കുക. അങ്ങനെ ഓരോരുത്തരായിട്ട് എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അനുവും മരിയയും മിലനും ഞങ്ങൾ പിള്ളേരെല്ലാവരും ഈ ഒരു വില്ലയിലായിരുന്നു. അമ്മമാരും എല്ലാവരും അപ്പുറത്തെ വില്ലയിലായിരുന്നു കേട്ടോ. എണീറ്റ് വന്ന എല്ലാവരോടും ഞാൻ വ്യൂ എങ്ങനെയുണ്ടെന്ന് ചോദിക്കണേ കേട്ടോ. അപ്പം ആള് സൂപ്പർ ആണെന്ന് പറയണേണ്. എല്ലാവരും നല്ല ഉറക്കപ്പിച്ചിലാണ് കേട്ടോ. പക്ഷേ ഈ വ്യൂ കാണാനായിട്ട് എല്ലാവരും എണീറ്റ് വന്നു. പിന്നെ അവിടെ തന്നെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കണായിരുന്നു കേട്ടോ കുറേ നേരം. ഈ ഒരു തണുപ്പത്ത് ചായ കുടിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണായിരുന്നു കേട്ടോ. ആ ടൈമിൽ ഇതേ നമ്മുടെ അമ്മക്കുട്ടി ഇവിടെ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ചായ വെക്കണുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങൾ ഇവിടെ എല്ലാവരും കൂടി ഓരോ വിശേഷമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്ന ടൈമിൽ ഇതേ ഒരാൾ നമുക്ക് കൂട്ടിന് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ക്യൂട്ടാണ് കേട്ടോ കാണാൻ. ആളുടെ കണ്ണ് ഒരു പ്രത്യേക തരമാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ആൾ നമ്മളായിട്ട് ഭയങ്കര കൂട്ടായിട്ടോ. നമ്മൾ രാത്രി ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം നമ്മുടെ അടുത്ത് ഇരുന്നിട്ട് ആൾ ഓടിപ്പോയിട്ടോ. ഇന്നലെ രാത്രി നമ്മളോട് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, രാവിലെ പൂള് യൂസ് ചെയ്യണമെങ്കിൽ ചെയ്തോളാനായിട്ട്. പക്ഷെ നമ്മൾ ആരും പൂളിൽ ഇറങ്ങണ്ടെന്ന് തീരുമാനിച്ചിട്ടോ. കാര്യം ഇപ്പം തന്നെ ഇവിടെ ഇരുന്നിട്ട് അനുവിനൊക്കെ നന്നായിട്ട് തണുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പൂളിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഐസായി പോകുമെന്ന് ഓർത്തിട്ട് നമ്മൾ ആരും പൂള് യൂസ് ചെയ്തില്ല കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ ഒരുമിച്ചിരുന്ന് കുറേ സംസാരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളപ്പോൾ അവിടെ ഇരുന്നിട്ട് അവിടുത്തെ വ്യൂവിനെ പറ്റി തന്നെയായിരുന്നു കേട്ടോ കൂടുതൽ സംസാരം. എന്തൊരു ഭംഗിയല്ലേ, ഇനിയും നമുക്ക് ഇതുപോലെ കുറേ സ്ഥലങ്ങളിലൊക്കെ പോകണം എന്നൊക്കെ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഫ്രണ്ട്സിനേലും കൂടുതൽ ഇഷ്ടം എൻ്റെ കസിൻസിൻ്റെ കൂടെയൊക്കെ എന്താ പറയുക വൈബടിച്ചിരിക്കാനാണ് കേട്ടോ. അങ്ങനെ ആ ടൈം കൊണ്ട് നമ്മുടെ ചായ ഇവിടെ എത്തിയിട്ടോ. ഇവിടെ നമുക്ക് ഷെഫ് ഉണ്ട്. നമുക്ക് വേണ്ട ചായയൊക്കെ അവർ ഉണ്ടാക്കി തരും കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ റീനാൻറ്റി നമുക്ക് എല്ലാവർക്കും ചായയൊക്കെ സെർവ് ചെയ്ത് തരണമായിരുന്നു. സത്യം പറഞ്ഞാൽ ഇന്നലെ ആരും മര്യാദക്ക് ഉറങ്ങിയിട്ടില്ല. അതിൻ്റെ ക്ഷീണം എല്ലാവരുടെ ഫേസിലും ഉണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ചായ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര എനർജിയാണ്. ചായ കുടിച്ചാൽ ഞാൻ ഓണാണ് കേട്ടോ. ചായ വന്നപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി. പിന്നെ ഈ തണുപ്പത്ത് ഈ ചായ കുടിക്കാൻ പ്രത്യേക ഒരു രസമാണ്. ഉറക്കപ്പിച്ച് മാറാതെ വന്നിരിക്കണോണ്ടാണ് കേട്ടോ ആ ചുന്ന മുഖമൊക്കെ ഇതുപോലെ ഇരിക്കണത്. നല്ല ലേറ്റ് ആയിട്ടാണ് ഇവന്മാർ ഉറങ്ങിയത്. ഞങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇവരെല്ലാവരും ഉറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഉഷാറായി. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ട്രാൻസിഷൻ വീഡിയോ ഒക്കെ എടുക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാവരും കൂടിയിട്ട് ഒരു ഫ്രെയിമിൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരാളെ പിടിച്ചു നിർത്തുമ്പോൾ അടുത്ത ആൾ പോകും. അങ്ങനെയാണ് ഒരു വിധത്തിൽ ഞങ്ങൾ കുറച്ച് ട്രാൻസിഷൻ വീഡിയോ ഒക്കെ ഒപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അമ്മച്ചിനായിട്ട് ഒരു ട്രിപ്പ് പോകണം എന്നുള്ളത്. അത് നടക്കാറില്ല കേട്ടോ. അമ്മച്ചി വർക്ക് ചെയ്യണത് പുറത്തായതുകൊണ്ട് നാട്ടിൽ വരുമ്പോൾ നമുക്ക് ട്രിപ്പ് പോകാനൊന്നും പറ്റാറില്ലായിരുന്നു. ഇപ്പം എന്തായാലും ആ സങ്കടം മാറി കിട്ടിയിട്ടോ. എല്ലാ അമ്മമാരെയും കൂടി കൊണ്ടുപോകാൻ പറ്റിയതുകൊണ്ട് ഭയങ്കര സന്തോഷമായി. അവരും നന്നായിട്ട് എൻജോയ് ചെയ്ത ട്രിപ്പായിരുന്നു കേട്ടോ ഇത്. അതുപോലെ തന്നെ അമ്മാമ്മക്കും അപ്പാപ്പക്കാണെങ്കിൽ നമ്മൾ വില്ല എടുത്തുകൊണ്ട് തന്നെ നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടോ. അതിൻ്റെ ഹാപ്പിനെസ് അവരുടെ ഫേസിലുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ചായ കുടിച്ച് വിശേഷമൊക്കെ പറഞ്ഞ് ഓരോ കോമഡിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. സീനാനി ജോഷികളും കൂടി എന്തൊക്കെയോ കാര്യമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. ഫുൾ കോമഡി ആയിരിക്കും. അങ്ങനെ അമ്മമാരുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് നേരത്തെ പറഞ്ഞ ട്രാൻസിഷന് വേണ്ടി റെഡി ആവണേ കേട്ടോ. എൻ്റെ അനിയന്മാർക്ക് തീരെ വീഡിയോ എടുക്കണമെന്നൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവന്മാരെ പിടിച്ചു നിർത്താനായിരുന്നു കേട്ടോ കുറച്ച് ബുദ്ധിമുട്ട്. അങ്ങനെ ഞങ്ങൾ ട്രാൻസിഷൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എന്തായാലും ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലേ കാണാൻ പറ്റുള്ളൂ. ഇതിൽ നമ്മൾ കൊടുത്തിട്ടില്ല കേട്ടോ. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി. എല്ലാവരും റെഡിയാകാനായിട്ട് പോയേക്കാം കേട്ടോ. അപ്പം നമ്മൾ റെഡിയായി കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങണം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അമ്മാമ്മതേ ചുരിദാറൊക്കെ ഇട്ട് നല്ല സുന്ദരിക്കുട്ടിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. മെയ്ബ്ലാൻഡിയുടെ ചുരിദാറായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അമ്മാമ്മനെ കാണാനായിട്ട്. അപ്പോൾ ഡാൻസൊക്കെ കളിച്ച് കാണിച്ചു തന്നെയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് തലയിൽ വെച്ച് ഈ ഒരു സാധനം വെച്ച് ഞങ്ങൾ വീഡിയോ എടുക്കണമായിരുന്നു കേട്ടോ. അപ്പോഴേക്കും അത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും റെഡി ആയത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാവർക്കും ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് കുറേ ഫോട്ടോസൊക്കെ എടുക്കണമായിരുന്നു. അപ്പോൾ ഓരോരുത്തരായിട്ട് ഓരോ ഭാഗത്തൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാൻ പോവാം കേട്ടോ. അതിനിടയ്ക്ക് നമ്മൾ ഇന്നലെ പൂളിൽ ഇറങ്ങിയപ്പോൾ നനഞ്ഞ ഡ്രസ്സ് ഉണക്കാനിട്ടത് എടുത്തുകൊണ്ട് തന്നെ കേട്ടോ നമ്മുടെ അനിയന്മാർ. ഇവന്മാരുള്ളതുകൊണ്ട് കുറേ കാര്യം നമുക്ക് ഭയങ്കര എന്താ പറയുക ഹെൽപ്പാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അമ്മമാരൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. അവർ ഈ ഒരു വില്ലയിൽ തന്നെ ആയതുകൊണ്ട് അവർ നേരത്തെ കഴിച്ചു. നമ്മളിതേ റെഡിയായി വന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളും കൂടി കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാൻ ടൈം ഏകദേശമായി. പക്ഷെ നമുക്ക് അവർ കുറച്ചും കൂടി ടൈം തന്നു കേട്ടോ. നിങ്ങൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൂട്ടത്തിൽ ഫസ്റ്റ് ടൈം ട്രിപ്പ് പോണത് നമ്മുടെ
ആച്ചിക്കുട്ടനാണ് കേട്ടോ. ആച്ചിക്കുട്ടൻ എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് ഈ ട്രിപ്പ്. അത് നമ്മൾ അവൻ്റെ സന്തോഷം കണ്ടാലേ അറിയാം. അങ്ങനെ നമ്മൾ നേരത്തെ എടുത്ത റീലിൻ്റെ ബാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ദേ പിടിച്ചു കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും ആ റീല് നമുക്ക് സക്സസ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫാമിലി ആയിട്ട് ഒരു റീലും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പാപ്പയും അമ്മാമ്മയായിരുന്നു ഇതിൽ ഹൈലൈറ്റ്. അവർ അടിപൊളിയായിട്ട് ഞങ്ങൾ പറഞ്ഞ പോലെയൊക്കെ ചെയ്തു കേട്ടോ. ഭയങ്കര സന്തോഷമായി. ഈ വീഡിയോ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അമ്മമാരുടെ ഒരു ഡാൻസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് അവർ നമ്മൾ പറഞ്ഞു കൊടുത്ത പോലെയൊക്കെ ചെയ്തു കേട്ടോ. സത്യം പറഞ്ഞാൽ അന്നത്തെ ദിവസം അമ്മമാർക്കായിരുന്നു കേട്ടോ കൂടുതൽ എനർജി. വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് അവർ തന്നെ വന്ന് നിന്നൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുത്തെ വ്യൂ ഒക്കെ ആസ്വദിച്ച് കുറേ നേരം ഊഞ്ഞാലൊക്കെ ആടി. ഇന്നലെ അമ്മച്ചിക്ക് ഇവിടെ വരാൻ പറ്റാത്തതിൻ്റെ വിഷമം നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരുത്തി ഊഞ്ഞാലൊക്കെ ആടി ആ സങ്കടം അങ്ങോട്ട് മാറ്റി. ഇന്നലെ അമ്മച്ചിക്ക് പൂളിൽ ഇറങ്ങാൻ പറ്റാത്തതിന് സങ്കടമുണ്ട്. അത് നമ്മൾ എന്തായാലും നെക്സ്റ്റ് ട്രിപ്പിന് സെറ്റാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദേ ആൻറ്റിമാരെല്ലാവരും കൂടി വന്ന് ഒരു പാട്ടൊക്കെ പാടി ഊഞ്ഞാൽ ആടിക്കൊണ്ടിരിക്കുകയാണ്. അവരെന്തായാലും ഭയങ്കര ഹാപ്പിയാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാകുമല്ലോ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ആ വ്യൂ ഒക്കെ ആസ്വദിച്ച് അവിടെ കുറേ നേരം നിന്നു. അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ തണുപ്പ് കാറ്റുള്ളതുകൊണ്ട് നമുക്ക് ആ വെയിൽ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. പോണതിന് മുമ്പ് തന്നെ നമുക്ക് ഈ വ്യൂ ഒക്കെ അടിപൊളിയായിട്ടൊന്ന് ആസ്വദിച്ച് കുറേ ഫോട്ടോസ് എടുക്കണം എന്നുണ്ടായിരുന്നു. ഈ പൂള് നമ്മൾ ഒരിക്കലും മറക്കൂല കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള പ്ലേസ് ആണ്. ഞങ്ങൾക്ക് ഭയങ്കര എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലേസ് ആണ് കേട്ടോ അത്. അപ്പോൾ അത്യാവശ്യം വെയിലുള്ളതുകൊണ്ടാണ് അതിന് മൂടി പൊതിച്ച് ഇങ്ങനെ ഇരിക്കണേ കേട്ടോ. ആ ഭാഗത്ത് നിന്ന് ഞങ്ങൾ എല്ലാവരും മാറി മാറി ഫോട്ടോ എടുക്കണമായിരുന്നു കേട്ടോ. ഇവന്മാരെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ കിട്ടിയ ടൈമിൽ ഞങ്ങൾ എല്ലാവരും മാറി മാറി നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ബർത്ത്ഡേ ആകുമ്പോൾ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അവിടെ കുറേ നേരം നമ്മൾ ചില്ല് ചെയ്തു. നമുക്കിനിയും പോകാനായിട്ട് ടൈമുണ്ട്. അപ്പോൾ അത്രയും നേരം നമ്മൾ അവിടെ പറ്റാവുന്ന രീതിയിലൊക്കെ നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഫ്രണ്ട്സിനേലും കൂടുതൽ ഇഷ്ടം എൻ്റെ അനിയന്മാരെ അനിയത്തിമാരുടെയൊക്കെ കൂടെ ട്രിപ്പ് പോകാനും അതുപോലെ എൻജോയ് ചെയ്യാനുമാണ്. എന്താണെന്നറിയില്ല, ഞങ്ങൾ ഇത്രയും പേരുള്ളതുകൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് പുറത്ത് പോയി എന്താ പറയുക സെലിബ്രേറ്റ് ചെയ്യേണ്ട ആവശ്യം വരാറില്ല. ഞങ്ങൾ ഇത്രയും പേര് കൂടുമ്പോൾ തന്നെ അതൊരു അടിപൊളി തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഞങ്ങളുടെ വീഡിയോസ് കാണുന്ന കുറേ പേരും ചോദിക്കാറുണ്ട് കേട്ടോ, നിങ്ങൾ അടിപൊളിയാണ്, നിങ്ങളുടെ വീഡിയോസൊക്കെ അടിപൊളിയാണ്, നിങ്ങളെപ്പോഴും ഇങ്ങനെയാണോ എന്നൊക്കെ. ഞങ്ങൾ എപ്പോൾ കണ്ടാലും ഞങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അതിൽ വലിയ മാറ്റമൊന്നുമില്ല. എല്ലാവരും കൂടിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഞങ്ങൾ പിള്ളേർ മാത്രമല്ല ആൻറ്റിമാരും എല്ലാവരും നമ്മുടെ ഒരേ വൈബുകാരാണ് കേട്ടോ. അതുകൊണ്ട് നമുക്കൊട്ടും ബോറടിക്കാറൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ നമ്മുടെ അലുവിൻ്റെ ഡാൻസോടുകൂടി നമ്മളിതേ നമ്മുടെ വില്ലേനോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ പോവാണ്. അതിൻ്റെ ഒരു സങ്കടം എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ. ആ വില്ല വിട്ട് പോരാൻ ഞങ്ങൾക്ക് ആർക്കും ഒരു മനസ്സ് വരണുണ്ടായിരുന്നില്ല. അത്ര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പോണ വഴിയെ ഫുഡ് കഴിക്കാനായിട്ട് ഉച്ചയ്ക്ക് നിർത്തിയ സ്ഥലത്ത് അടിപൊളി പ്ലേസ് ആയിരുന്നു കേട്ടോ. അവിടെ നിന്നിട്ട് നമ്മൾ കുറച്ച് ഡാൻസൊക്കെ വീഡിയോ എടുക്കാമായിരുന്നു. തേയിലത്തോട്ടത്തിൽ നിന്ന് നമ്മൾ അങ്ങനെ ഫോട്ടോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു തേയിലത്തോട്ടത്തിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഞങ്ങളുടെ ഒരു വീഡിയോ ഒക്കെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്ത് അമ്മമാരുടെയൊക്കെ ഒരു ഡാൻസൊക്കെ എടുത്ത് നമ്മുടെ മെയിൻ താരം നമ്മുടെ അമ്മമാർ തന്നെയായിരുന്നു കേട്ടോ. ഈ ട്രിപ്പിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം അങ്ങനെ തന്നെ അവർ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അവരെന്തായാലും നന്നായിട്ട് സന്തോഷിച്ചിട്ടായിരുന്നു ട്രിപ്പിൽ ഫുൾ ടൈം ഉണ്ടായിരുന്നത്. അങ്ങനെ തേയിലത്തോട്ടത്തിൽ നിന്നുള്ള കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത്. എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജോഷികൾ അവിടെ നിന്ന് എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്തോ എന്നൊക്കെ പറയാനുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കുറച്ച് പേര് ബിരിയാണി, കുറച്ച് പേര് ഊണ്, അതുപോലെ അലുമോള് മന്തിയൊക്കെയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അലുമോളുടെ മന്തി വന്നപ്പോഴേക്കും അതിൽ കൈയിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ റിലു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ ഊണാണെന്ന് തോന്നുന്നു പറഞ്ഞത്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പലരും പല സ്ഥലത്തായിരുന്നു കേട്ടോ ഇരുന്നേച്ചത്. എല്ലാവർക്കും ഒരുമിച്ചിരിക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ടായിരുന്നില്ല ആ ഒരു ഹോട്ടലിൽ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ അടുത്ത ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ കുറേ ഷോപ്പുകൾ ഉണ്ടായിരുന്നു ചോക്ലേറ്റ്സിൻ്റെയൊക്കെ. അപ്പം നമ്മൾ പോയിട്ട് തിരിച്ച് വരണ വഴി അവിടെയൊക്കെ കയറാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്നൊന്നും നമുക്കറിയില്ല. പിന്നെ നമ്മൾ ഒരിടത്ത് വരുമ്പോൾ നമ്മൾ അവിടുത്തെ എന്താ പറയുക എല്ലാം ട്രൈ ചെയ്ത് നോക്കണമല്ലോ. ജോഷ്യങ്ങൾ അവിടെ നിന്ന് ഉപ്പിലിട്ടത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടാണ് നമ്മൾ പോണത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പൈൻ ഫോറസ്റ്റിലേക്കാണ് കേട്ടോ. പൈൻ ഫോറസ്റ്റിലേക്ക് അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു നമുക്കിങ്ങനെ നടന്ന് പോകാനായിട്ട്. കുറേ എന്താ പറയുക സ്കൂൾ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്മാമ്മനെയും കൂട്ടിയിട്ടാണ് പോയത്. അപ്പാപ്പ വന്നിട്ടില്ല കേട്ടോ. അപ്പാപ്പക്ക് നടക്കാൻ പറ്റാഞ്ഞത് കാരണം ബസ്സിൽ തന്നെ ഇരുന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ടിക്കറ്റൊക്കെ എടുത്ത് പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിലോട്ട് കയറി. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പൈൻ ഫോറസ്റ്റിൽ വരുന്നത്. അതിൻ്റേതായിട്ടുള്ള എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു കേട്ടോ. കുറേ കുഞ്ഞിക്കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോഴേക്കും ഒരു വെയിലൊക്കെ മാറി നല്ലൊരു മഴക്കാരൻ്റെ അന്തരീക്ഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല തണലൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറേ റീലിലൊക്കെ ഇതുപോലെ കണ്ടിട്ടുണ്ട്. കറക്റ്റ് ആ ഒരു പ്ലേസിൽ എത്താൻ പറ്റിയപ്പോൾ ഭയങ്കര സന്തോഷമായി. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ കുറേ പേരെ കാണാനില്ല. ഓരോരുത്തരും
ഓരോ ഭാഗത്തോട്ടൊക്കെ പോയി ഫോട്ടോ എടുക്കലും അതേപോലെ ഓടിക്കളിക്കലും ഭയങ്കര ഒരു രസമായിരുന്നു കേട്ടോ അതിൻ്റെ അവിടെ. പക്ഷേ ആ ഒരു ഭാഗം ഫുള്ള് നിരപ്പായിട്ടുള്ള ഭാഗമായിരുന്നില്ല. ഇങ്ങനെ താഴോട്ട് പോകുന്ന സ്ഥലമായതുകൊണ്ട് സൂക്ഷിച്ച് നിന്നില്ലെങ്കിൽ നമ്മൾ എന്താ പറയുക തെന്നി വീഴാൻ ചാൻസ് ഉണ്ട്. ഞങ്ങൾ നിന്ന ഭാഗത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേ കുരങ്ങന്മാർ വരാൻ തുടങ്ങി കേട്ടോ. എനിക്കാണെങ്കിൽ പേഴ്സണലി കുരങ്ങന്മാർ ഭയങ്കര പേടിയാണ്. ഫോട്ടോയിലൊക്കെ കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ട് എനിക്ക് തോന്നും കേട്ടോ. പക്ഷേ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര പേടിയാണ്. കാര്യം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവരപ്പം തന്നെ തട്ടിപ്പറിക്കുകയൊക്കെ ചെയ്യാറുണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. അങ്ങനെ ഒരുവിധം കുരങ്ങന്മാർ പോയി കഴിഞ്ഞപ്പോഴേക്കും ചെറിയ ചാറ്റമഴയൊക്കെ പെയ്യാൻ തുടങ്ങി കേട്ടോ. പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നില്ല. കുറേ ഫോട്ടോസും റീലൊക്കെ എടുത്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത്. മെയിനായിട്ട് ഞങ്ങൾക്ക് പറ്റിയൊരു ഫോൾട്ട് നമ്മൾ ട്രൈപോഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി വീഡിയോസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ആരെങ്കിലും ഒരാൾ പോയി ഫോട്ടോ എടുക്കേണ്ട അവസ്ഥയൊക്കെ ആയിരുന്നു. എന്നാലും നമ്മളെല്ലാം ഒപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് കയറുന്ന ടൈമിൽ നമ്മൾ ഫുൾ ഓണായിരുന്നു കേട്ടോ. പാട്ട് വെച്ച് നമ്മൾ ഡാൻസ് കളിച്ചുകൊണ്ടായിരുന്നു കേട്ടോ കയറിക്കൊണ്ടിരുന്നത്. തിരിച്ച് പൈൻ ഫോറസ്റ്റിലോട്ട് വരുന്ന ആൾക്കാർ നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ കസിൻസ് ഫുൾ ഓണായിരുന്നു കേട്ടോ. എനിക്ക് തോന്നണില്ല എല്ലാവരും ഇതുപോലെ ആയിരിക്കുമെന്ന്. എന്തായാലും ഞങ്ങൾ ഇത്രയും പേര് അടിപൊളിയായിരുന്നു. ഡാൻസൊക്കെ കളിച്ച് നല്ല വൈബായിരുന്നു കേട്ടോ. ഇപ്പം ഈ വോയിസ് ഓവർ എടുക്കുമ്പോഴും എനിക്ക് നല്ല മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് നമ്മൾ മുകളിലെത്തിയപ്പോഴേക്കും കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അമ്മാമ്മക്കും അങ്ങനെ നമുക്കും ഒക്കെ ആയിട്ടുള്ള ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ചു. പിന്നെ വാഗമണ്ണിലെ സ്പെഷ്യൽ ചായപ്പൊടിയൊക്കെ വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവിടെ എത്തിയപ്പോൾ ഇതുപോലെ കുഞ്ഞു പിള്ളേർക്ക് കളിക്കുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ മാളും മരിയയും ഇതിനെയും കൂടിയിട്ട് പിന്നെ കളിയായിരുന്നു കേട്ടോ. ഊഞ്ഞാല് കണ്ടാൽ പിന്നെ എൻ്റെ അനിയത്തി അവിടെ നിന്ന് മാറുമില്ല. അതെ അതിൻ്റെ കൂടെ ആദ്യം വന്നിട്ടുണ്ട്. ഇപ്പം എന്തായാലും പൂർത്തിയായി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഹോട്ടലിലോട്ട് കയറി കേട്ടോ. നല്ലൊരു ഇന്റീരിയർ വർക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലായിരുന്നു കേട്ടോ. അവിടെ പഴയ ഒരു കാറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് കാലിന് ചെറിയ വേദന ആയതുകൊണ്ട് ഞാൻ ബസ്സിൽ തന്നെ ആയിരുന്നു. ബാക്കി എല്ലാവരും ഇറങ്ങി അതിൻ്റെ ഫ്രണ്ടിൽ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ആ കാറ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു വിൻറ്റേജ് ടൈപ്പ് കാറായിരുന്നു കേട്ടോ. പിന്നെ അവർ ചായയൊക്കെ കുടിച്ചിട്ട് വന്നു കേട്ടോ. ഞങ്ങൾക്കുള്ള ചായ ബസ്സിൽ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അധികം എന്താ പറയുക ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ എല്ലാ ഫുഡ്സും തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് തണുപ്പായതുകൊണ്ട് എല്ലാവർക്കും ചായ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും നേരെ വന്നത് ആ പാർക്കിലോട്ടായിരുന്നു കേട്ടോ. ഗ്രേസിൻ ചേട്ടൻ വരെ കുഞ്ഞുവാവിനെ പോലെ ആയിപ്പോയായിരുന്നു. ശരിക്കും പാർക്ക് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു കൊതിയായിരിക്കും അല്ലേ. എനിക്ക് പക്ഷേ കാലുവേദന ആയതുകൊണ്ട് മിസ് ചെയ്തു കേട്ടോ ഈ ഒരു ടൈം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ബസ് എടുത്തിട്ട് അടുത്തൊരു ലൊക്കേഷനിൽ നിർത്തിയിട്ടോ. ഇവിടെ എല്ലാവരും ഒന്നും ഇറങ്ങിയില്ല. കുറച്ച് പേര് മാത്രം ഇറങ്ങി ആ ഒരു പ്ലേസ് കണ്ടു, വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. ശരിക്കും നമ്മുടെ നാട്ടിൽ എന്തോരം അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളാണല്ലേ കാണാനായിട്ടുള്ളത്. നമ്മൾ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും ഇതായിരിക്കും അടിപൊളി എന്ന് വിചാരിക്കും. പക്ഷേ വേറൊരു സ്ഥലത്ത് എത്തുമ്പോൾ അതിലും അടിപൊളിയായിട്ടുള്ള പ്ലേസ് ആയിരിക്കും കേട്ടോ അവിടെ. എന്തായാലും നമ്മൾ പോയ എല്ലാ സ്ഥലങ്ങളും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആയിരുന്നു. ഈ ഒരു പ്ലേസിൽ എത്തിയപ്പോൾ നല്ല സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. കാര്യം നമ്മുടെ ട്രിപ്പ് ഇവിടെ അവസാനിക്കണേണ്. ഇനി നമ്മൾ നേരെ എല്ലാവരുടെ വീട്ടിലോട്ട് പോകണം എന്ന് ആലോചിക്കുമ്പോൾ ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. 2 ദിവസം സത്യം പറഞ്ഞാൽ പോയത് അറിഞ്ഞേ ഇല്ല. നമുക്ക് 2 ദിവസമൊന്നും പോരാതായിട്ടോ. നമ്മൾ ഇനി പ്ലാൻ ചെയ്യുമ്പോൾ ഒരാഴ്ചയെങ്കിലും മിനിമം പ്ലാൻ ചെയ്യണമെന്നാണ് തോന്നണത്. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടുള്ള ഈ ഒരു ട്രിപ്പ്. ആ ഒരു സ്ഥലത്ത് പോയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഒരു സീനാൻറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളിയായിരുന്നു. അവിടെ നിന്ന് എന്തോ ഇങ്ങനെ കളർ പൊങ്ങി വന്നതൊക്കെയാണ് കേട്ടോ ആൻറ്റി അവിടെ ഇരുന്ന് പറയണത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫുൾ ഓണായിരുന്നു. എല്ലാവരും ഡാൻസ് കളിക്കണമായിരുന്നു. അമ്മാമ്മയും പിള്ളേരും എല്ലാവരും തകർത്ത് ഡാൻസ് കളിക്കണമായിരുന്നു കേട്ടോ.
അങ്ങനെ അവസാനം റോട്ടിലിറങ്ങി ഒരു ഡാൻസ് റീലും കൂടി ഷൂട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ കലാപരിപാടികൾ ഇവിടെ അവസാനിപ്പിച്ച് വണ്ടിയിൽ കയറിയിട്ടോ. ഇനി നമുക്ക് ഓരോരുത്തരുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കാം, നമ്മുടെ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. ആദ്യം നമുക്ക് അപ്പാപ്പനോട് തന്നെ ചോദിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ്? കൊള്ളാമോ? അടിച്ചു പൊളിച്ചാ? സന്തോഷമായാ? റിസോർട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഗ്രനായിരുന്നോ? അമ്മാമേ ട്രിപ്പൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നോ? റിസോർട്ട് അടിപൊളിയായിരുന്നോ? സന്തോഷമായാ? ഡാൻസും കളിച്ച്. അതെ, വീരേന്ദ്ര കോരങ്ങനെ കണ്ട് അമ്മാമ കോരങ്ങനെ കണ്ടിട്ട് വീണ്. എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ്? നല്ല സൂപ്പർ ആയിരുന്നു. ആയിരുന്നല്ലേ? വില്ല അടിപൊളിയായിരുന്നില്ലേ? കണ്ടു. നല്ലൊരു സ്ഥലമായിരുന്നു. പറ്റി. ഇനി നമുക്ക് അടുത്തത് ഗോവക്ക് പോവാം. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പൊക്കെ? അടിപൊളി. സന്തോഷമായാ? ഇനി വേല വിളിക്കുന്നത് ഞങ്ങളുടെ കൂടെയുള്ള ആദ്യത്തെ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഒരു കത്തി പിടിച്ചിട്ട് പറയിപ്പിക്ക. ആരുടെ കയ്യില് കത്തിയൊന്നും ഇല്ല കേട്ടോ. നല്ല വില്ലായിരുന്നു. വില്ല കണ്ടുപിടിച്ചു തന്നാ മിന്നൊരുക്കും വളരെയധികം നന്ദി. പറഞ്ഞു പറയിപ്പിച്ചെന്ന് ആരും പറയില്ലത്. അങ്ങനെ അമ്മാമ്മ അപ്പാപ്പ ആൻറ്റിയും സ്റ്റേനും മാളും ഒക്കെ പോവാണ്. അപ്പം അവരുടെ ഫേസ് കണ്ടാലറിയാം ഈ ട്രിപ്പ് എന്തായാലും അപ്പാപ്പക്കും അമ്മാമ്മക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഭയങ്കര സന്തോഷമുള്ള ഫേസ് ആയിരുന്നു കേട്ടോ. പിന്നെ പോകണേന് ഞങ്ങൾക്ക് സങ്കടം ഉണ്ടായിരുന്നു. സ്റ്റേനും മാളും ഒക്കെ വിഷമിച്ചായിരുന്നിട്ടിരുന്നു വെച്ചാൽ പിന്നെ ഒരു ദിവസം നമുക്ക് കൂടാന്ന് പറഞ്ഞ് നമ്മൾ സമാധാനിപ്പിച്ച് വിട്ടു. ദേ മേബിളാൻറ്റി ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞപ്പോൾ വാഗമണ്ണിൽ നിന്ന് മേടിച്ച ചെടിയാണ് കേട്ടോ ആൻറ്റിയുടെ കയ്യിലിരിക്കണത്. ഇങ്ങനെ ഒരു ട്രിപ്പ് പോകാനും അത് ഇത്ര അടിപൊളിയാകാനായിട്ടൊക്കെ ശരിക്കും കാരണം സൈനി ചേച്ചിയാണ് കേട്ടോ. ചേച്ചിയാണ് ഇങ്ങനെ ട്രിപ്പ് പോവാന്ന് പറഞ്ഞത്. അതെന്തായാലും ഇത്ര അടിപൊളിയാവുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല കേട്ടോ. നമ്മൾ ഫാമിലി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ നമുക്ക് എല്ലാം സിമ്പിളായിട്ട് സാധിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞങ്ങൾ ഇപ്പോൾ ഈ പോയ ട്രിപ്പ്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഇനിയും ഞങ്ങൾക്ക് പോകാൻ പറ്റേന്ന് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കണേണ്. അത് കഴിഞ്ഞതേ അവരോട് ബായൊക്കെ പറഞ്ഞതേ ഞങ്ങളുടെ സ്ഥലം എത്തി, ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. ഈ ഒരു ടൈമിൽ ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ പോകാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. എല്ലാവരുടെയും കൂടെ കുറേ നേരം കൂടി ഇങ്ങനെ അടിച്ചു പൊളിക്കാനാണ് കേട്ടോ
തോന്നിയത്. ഞങ്ങളുടെ എല്ലാവരുടെ ഉള്ളിൽ ഒരു അടിപൊളി മെമ്മറി ആയിരിക്കട്ടെ ഈ ഒരു ട്രിപ്പ്. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. നിങ്ങൾ ഈ കാണുന്ന കുറച്ച് വീഡിയോ മാത്രമല്ല ഞങ്ങളിൽ ഉണ്ടായിരുന്നത്, കുറേ അടിപൊളി മെമ്മറീസൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മച്ചിയാണെങ്കിലും ലൈഫിൽ ആദ്യമായിട്ടായിരിക്കും ഇതുപോലെ നല്ല ട്രിപ്പൊക്കെ പോണത്. അതിൻ്റെ സന്തോഷം അമ്മച്ചിക്കുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഗ്രേസിൻ ചേട്ടൻ്റെ കാര്യമാണ്. ഞങ്ങളുടെ ഫാമിലിയിലായിട്ട് പുതിയതായിട്ട് വന്നൊരു ചേട്ടനാണ് കേട്ടോ. നല്ല അടിപൊളി വൈബായിരുന്നു. നമ്മുടെ സെയിം വൈബ് തന്നെയായിരുന്നു. അതിൻ്റെ സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ജോഷിങ്ങൾക്കാണെങ്കിലും ആൻറ്റിമാർക്കൊക്കെ ആണെങ്കിലും നല്ല റിലാക്സ് ആയിട്ടുള്ള ഒരു ട്രിപ്പായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയും ഇതുപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ട്രിപ്പ് പോകാൻ പറ്റട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കണേണ്. അങ്ങനെ ഞങ്ങളുടെ അടുത്ത് ബായൊക്കെ പറഞ്ഞതേ അവരിതേ തിരിച്ച് ഓരോരുത്തർ വീട്ടിലോട്ട് പോയി കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും അടുത്തായതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും മിസ് ചെയ്യുമ്പോൾ കാണാൻ പോവാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.